താമസിച്ചു പോയെന്ന് എനിക്കറിയാം. അഖിൽമാരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അഖിൽമാരാർ പോസ്റ്റ് ചെയ്ത വിഷയമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പല ആൾക്കാരെയും എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഖിൽമാരാറുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്നാണ് ആ വീഡിയോ കണ്ടത്. അഖിൽമാരാറുമായി ബന്ധപ്പെട്ട് ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇന്നാണ് അത് കണ്ടത്. ഒരു വീഡിയോ അഖിൽമാരാർ ഡിലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും അഖിലിൻ്റെ ഫസ്റ്റ് വീഡിയോയും എൻ്റെ റിയാക്ഷനുമാണ്. ഞാൻ ഓരോ പോയിന്റ് എടുത്ത് പറയുന്നില്ല. അഖിൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു മറുപടി. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു അഖിൽ 2 ദിവസം മുമ്പാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ പ്രൈം മിനിസ്റ്റർ മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിലിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേജ് കാണുന്നവർക്കറിയാം, എൻ്റെ വീഡിയോയ്ക്കിടയിൽ നിങ്ങളോടൊരു ചോദ്യം കാണും. നിങ്ങൾക്കൊരു അഭിപ്രായം പറയാനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ ചോദ്യം ലാസ്റ്റ് ചോദിക്കാം. ഇതിനകത്ത് ആദ്യമേ നമ്മൾ ഒന്ന് അഭിനന്ദിക്കേണ്ടത് നമ്മുടെ നവ്യ നായരെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിയാസ് സലീം വിഷയം അത് വലിയ രീതിയിൽ വൈറലാവുന്നതൊക്കെ ഉണ്ടായിരുന്നു. റിയാസ് സലീമുമായി വിഷയം ബന്ധം, അതുപോലെ തന്നെ ആമിന എന്ന് പറഞ്ഞൊരു ടർബോ സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു പെൺകുട്ടി, പിന്നെ കുറേ പുത്തൻ പരിഷ്കാരികളും ഫെമിനിസ്റ്റ് ആണെന്നൊക്കെ സ്വയം നടിച്ചടക്കുന്ന കുറേ ടീമുമൊക്കെ വന്നിട്ട് ഇതിനെയൊക്കെ വെളുപ്പിക്കാനിരിക്കുന്നു. അതൊക്കെ കാണാൻ നേരത്ത് നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മുടെ നവ്യ നായർ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു നടിയാണ്. അവർ ഈ ഒരു സമയത്ത് നമ്മുടെ സൈനികർക്ക് വേണ്ടി നമുക്കവിടെ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നു. തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. നവ്യ നായറിനെ അഭിനന്ദിച്ച് തന്നെ മുമ്പോട്ട് പോകും. അഖിൽമാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അഖിൽമാരാറിനെ പറ്റി പറയാൻ നേരത്ത് എനിക്ക് വ്യക്തിപരമായി താല്പര്യമുള്ള ഒരാളാണ് അഖിൽമാരാർ. കാരണം ഒരു നാഷണലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയം പറയുമ്പോൾ തന്നെ രാജ്യം എന്നൊരു ചിന്ത ഫസ്റ്റ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. എനിക്ക് എൻ്റെ മതത്തിനേക്കാൾ ബാക്കി എന്തിനേക്കാൾ ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തേക്കാൾ എനിക്ക് വളരെ താല്പര്യം എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്താണ്. കാരണം 1947 മുമ്പുള്ള ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ ഈ സമാധാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മനുഷ്യർ പോലും ഈ നാടെന്നുള്ള വികാരത്തിൻ്റെ പേരിൽ അവൻ്റെ രക്തം നൽകിയിട്ടുണ്ട്, അവൻ്റെ സമയം നൽകിയിട്ടുണ്ട്, അവൻ്റെ എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ നമ്മൾ മുമ്പോട്ട് വരേണ്ടവരാണ് എന്ന അഭിപ്രായം എനിക്കുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നാടുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നേരത്ത് അതിനെ എതിർത്ത് ആരെങ്കിലുമൊക്കെ പറയാൻ നേരത്ത് പലപ്പോഴും എനിക്ക് കൊള്ളാറുണ്ട്. നമ്മൾ ആ രീതിയിൽ തന്നെ പ്രതികരിക്കാറുമുണ്ട്. ഇനി അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അഖിൽമാരാർ പ്രതീക്ഷിച്ചു, ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അഖിൽമാരാറിൻ്റെ ഒരു വിമർശനമൊക്കെ ഞാൻ കണ്ടു. അഖിൽമാരാർ പറയുന്നത് അമേരിക്ക എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഇടപെടൽ കാരണം നമ്മൾ മുട്ടുമടക്കി അങ്ങനെ മുന്നോട്ട് പോയെന്ന് പറഞ്ഞു. അത് തന്നെ ഇന്നലെ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ നമ്മളോട് യാചിക്കുകയാണ് ചെയ്തത്, അതിനർത്ഥം നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ അഖിൽമാരാർ ഇന്ദിരാഗാന്ധിയൊക്കെ വെച്ചിട്ടാണ് ഈ സമയത്ത് കമ്പയർ ചെയ്യുന്നത്. അതിനകത്ത് എനിക്ക് യോജിപ്പില്ല. കാരണം 1970 കാലഘട്ടങ്ങളിൽ നമ്മൾ യുദ്ധത്തെയാണ് നേരിട്ടുകൊണ്ടിരുന്നത് എന്നുള്ളത്. നമ്മളിപ്പം യുദ്ധമല്ല നടത്തിയെന്ന് കൂടി നമ്മൾ ആലോചിക്കാം. നമ്മുടെ കൂട്ടത്തിൽപ്പെടുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ കാശ്മീരിൽ തീവ്രവാദികൾ ആക്രമിച്ചു. നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റെ വികാരം ഉണ്ടായി. കൃത്യം 15ാമത്തെ ദിവസം നമ്മൾ പാകിസ്ഥാനുള്ളിൽ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ, പാകിസ്ഥാനുള്ളിൽ അവിടെ കയറി കൃത്യമായ രീതിയിൽ ആക്രമിക്കേണ്ടവരെ ആക്രമിച്ചു, ഇല്ലാതാക്കേണ്ടവരെ ഇല്ലാതാക്കി, കൊടും ഭീകരൻ്റെ കുടുംബത്തെ നമ്മൾ ഇല്ലാതാക്കി, അവൻ്റെ സഹോദരനെ ഇല്ലാതാക്കി, കാണ്ഡഹാർ വിമാനം റാഞ്ചിയവനെ വരെ നമ്മൾ തീർത്തു കളഞ്ഞു. അതായത് നമുക്ക് നേരെ വിരൽ ചൂണ്ടിയവൻ്റെ വിരൽ നമ്മൾ ഇല്ലാതാക്കി. അവൻ്റെ രക്തബന്ധം പോയപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് എന്താണ് വേദനയെന്ന്, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആയിരുന്നു നമ്മുടെ രാജ്യത്തിന്. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ആലോചിച്ച് നോക്കി. അതിനുശേഷം നമ്മൾ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് 2 സ്ത്രീകൾ വന്ന് സംസാരിക്കുകയാണ്. അത് കണ്ടത് രോമാഞ്ചം ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് സത്യം. അതിനുശേഷം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല. അതിനുശേഷം പാകിസ്ഥാൻ നമ്മളെ എത്ര സിറ്റിയാണ് ടാർഗറ്റ് ചെയ്ത് വന്നത്, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം. നമ്മൾ പലപ്പോഴും നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബഡ്ജറ്റ് മാറ്റി വെക്കുന്നത് ഡിഫൻസ്. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യം, നമ്മൾ ഈ ഇതുപോലെ പാകിസ്ഥാൻ പോലെ അളിഞ്ഞ രാജ്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഡിഫൻസിന് വേണ്ടി പണം മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇമാതിരി അളിഞ്ഞ ടീമൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫൻസിന് വേണ്ടി പണം ചിലവാക്കേണ്ടതുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ മേടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും, ഇതുപോലെ റഷ്യയിൽ നിന്നും നമ്മളിപ്പം S-400 എന്നല്ലേ എൻ്റെ പേര്, അതൊക്കെ മേടിക്കുമ്പോഴും ഇവിടെ ഇരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ചിലവാക്കണോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തിരിക്കുന്ന ആൾക്കാരില്ലേ നാട്ടിൽ എന്നൊക്കെ പറയുന്ന ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്രയും ചിലവാക്കിയില്ലായിരുന്നെങ്കിൽ, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ എത്ര സിറ്റി, എത്ര മനുഷ്യർ, ആലോചിച്ച് നോക്കുക ആ വ്യത്യാസം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അവരിൽ നിന്ന് വന്ന എല്ലാ പ്രകോപനത്തെയും നേരിട്ടു എന്നുള്ളതാണ് സത്യം. എല്ലാ പ്രകോപനത്തെയും നമ്മൾ നേരിട്ടു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ 2 തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ തൊട്ടടുത്ത് വരെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്
നമ്മുടെ നമ്മുടെ സൈന്യത്തിൻ്റെ മികവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. നമ്മളെന്താണ്, നമ്മുടെ നേരെ വന്ന കൈകൾ ഇല്ലാതാക്കി, അവൻ്റെ രക്തബന്ധത്തെ ഇല്ലാതാക്കി, അവന് വ്യക്തമായ രീതിയിൽ സന്ദേശം കൊടുത്തു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നന്നാവും എന്ന് അന്നും ഇന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇങ്ങോട്ടടിച്ച രണ്ടെണ്ണം കൊടുത്തിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞു. അതിന് നമ്മൾ പണ്ടത്തെ പോലെ സമാധാനവും ശാന്തിയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കും, അതിനകത്തൊരു അർത്ഥമില്ലെന്ന്. ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം കൊടുക്കുക തന്നെ ചെയ്യണം. ഈ അഖിൽമാരാർ പറയുന്നത് കേട്ടു, നമ്മൾ വീട്ടിലേക്ക് ഒരാളെ ആക്രമിച്ച് കയറി, ഭാര്യയും അനിയത്തെയൊക്കെ ആക്രമിച്ചു, അതിനുശേഷം നമ്മൾ പോയി അടിച്ചു, പിന്നെ അവൻ വന്ന് അടിച്ചു എന്നൊക്കെ പറയും. നമ്മൾ പോയി അടിക്കുകയല്ല ചെയ്തത്, നമ്മൾ പോയി അവിടെ തീർത്തു. നമ്മളെ തൊട്ടവനെ നമ്മൾ തീർത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അഖിൽമാരാർ മനസ്സിലാക്കി വെച്ചിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പോയി അടിച്ചു, പിന്നെ അവൻ അടിച്ചു എന്നാണ് പറയുന്നത്. അല്ല, നമ്മൾ പോയി തീർത്തു. അവിടെ കണക്ക് തീർന്നു. അവൻ്റെ എല്ലാ തരത്തിലുള്ള കണക്കും നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മൾ ആ ബുക്ക് അടച്ചു. ഇനി കിട്ടാനുള്ളത് ലവനെയാണ്, അവനെ നമ്മൾ പൊക്കിയിരിക്കും. അതിനുള്ള കരുത്തൊക്കെ നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഉണ്ട്. കാരണം നമുക്കിപ്പം മനസ്സിലായില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യബലം, അല്ലെന്നുണ്ടെങ്കിൽ ആ എക്യുപ്മെൻസിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങളുടെ ശേഷി എന്താണെന്ന് ഓരോ ഇന്ത്യക്കാരും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കൃത്യമായി പാകിസ്ഥാനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ യാചിക്കാൻ വന്നത്. അത് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ എന്നതിലും വന്ന് യാചിക്കാൻ വന്നത്. നമ്മളിവിടെ ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയെ വെച്ച് കമ്പയർ ചെയ്തിട്ടൊരു അർത്ഥമില്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് കഴിഞ്ഞ ഗവൺമെൻറ്റുമായിട്ടാണ്. മുംബൈ അറ്റാക്ക് ഞാനും നിങ്ങളും കണ്ടല്ലേ എന്താ സംഭവിച്ചതെന്ന്. അന്നേരം നമ്മൾ എന്തു ചെയ്തു? അതൊരു ചോദ്യമല്ലേ? മൻമോഹൻ സിംഗ് ആണ്, അല്ലെങ്കിൽ AK ആൻ്റണി മലയാളിയായിരുന്നു. നമുക്ക് അന്നും ഉണ്ടായിരുന്ന ഒരു സൈനികർ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിനുശേഷം നടന്ന ഓരോ അറ്റാക്ക് നമുക്ക് സൈനികർക്ക് നേരെയാണെന്നുണ്ടെങ്കിൽ, ഉറിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാം നോക്കൂ, തിരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 ഇരട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് കിട്ടിയാൽ കൃത്യം തന്നിരിക്കും എന്നുള്ള മെസ്സേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഇലക്ഷൻ അത്ര ആയില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പം പുൽവാമ നമ്മുടെ നാട് തന്നെ, ഗവൺമെൻറ് തന്നെ ചെയ്തതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. നമ്മുടെ സൈനികരുടെ ജീവൻ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ വിഷയത്തിൽ പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ അവരുടെ പങ്ക് അവർ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇതുവരെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സൈനികരുടെ ജീവൻ ബലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാത്തിനും പിന്നിൽ അവരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒരു കാരണവശാലും നിലവിലെ ഇന്ത്യയിലെ സാഹചര്യവും നിലവിലെ നമ്മുടെ തിരിച്ചടിയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മുടെ തിരിച്ചടി ഒരു കാരണവശാലും 1970 കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധിയെ കമ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. രണ്ടും രണ്ട് തരത്തിലുള്ള കാര്യം. ജസ്റ്റ് ചിന്തിച്ചാൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ അടിച്ചിരിക്കുന്നത് എന്താണ്? ആരെയാണ് അടിച്ചിരിക്കുന്നത്? തീവ്രവാദത്തെയാണ്. അത് ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അത് പാകിസ്ഥാനിനുള്ളിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നമ്മൾ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കാനുള്ള ശേഷിയും നമുക്കുണ്ട്. ഇതാണ് പെർഫെക്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മൾ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ കണക്കും അതിനുശേഷം മോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉണ്ടായിട്ടുള്ള ആക്രമണ കണക്കും നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമുണ്ട്. ആക്രമണ കണക്കിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന തിരിച്ചടി, ആ തിരിച്ചടിയിലും വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രധാനമന്ത്രിയാണ്. പക്ഷെ ചില ഷെയ്ഡുണ്ട് ഇന്ദിരാഗാന്ധിക്ക്. അത് ഏകാധിപത്യ ഷെയ്ഡുണ്ട്. ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കി എമർജൻസിയൊക്കെ പ്രഖ്യാപിച്ച ഒരു റൂളറാണ് ഈ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അവർ യുദ്ധസമയത്തെടുത്ത ശക്തമായ നിലപാടിനെ ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ യുദ്ധത്തിന് ശേഷം നമുക്ക് കിട്ടേണ്ടിയിരുന്ന പലതരത്തിലുള്ള സാധ്യതകൾ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ പക്കൽ എത്രയോ പാകിസ്ഥാൻ്റെ സൈനികരുണ്ടായിരുന്നു. നമുക്ക് എന്തെല്ലാം മേടിച്ചെടുക്കാമായിരുന്നു, പിടിച്ചെടുക്കാമായിരുന്നു. നമ്മൾ പാകിസ്ഥാനെ രണ്ടാക്കിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. ഇന്ദിരാഗാന്ധിയൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു. പക്ഷെ അവരുടെ ദൗർബല്യം എന്ന് പറയുന്നത് ഏകാധിപത്യ ദൗർബല്യം ഉണ്ടായിരുന്നു. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച പോലെ ഒരു എമർജൻസി പ്രഖ്യാപിച്ചിട്ട് മോദിക്ക് പാകിസ്ഥാൻ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഈ ഇസ്രയേൽ കൊടുത്തൊരു തിരിച്ചടി ഉണ്ടല്ലോ, ബെഞ്ചമിൻ തന്നെയാവും. ഇന്ന് എന്താണ് ഫലസ്തീൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അതിന് ഭീകരമായി പാകിസ്ഥാനെ ഇല്ലാതാക്കാനുള്ള ശേഷിയൊക്കെ മോദിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മോദി ആ വഴിക്കേക്ക് പോയില്ല. നമ്മുടെ രാജ്യം ഇനിയും വളരേണ്ടതായിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഉയർച്ചയിലേക്ക് പോരേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൃത്യമായ രീതിയിലൊരു മെസ്സേജ് അവിടെ കൊടുത്തു കഴിഞ്ഞു. അടി തിരിച്ചടി എന്ന് പറയുന്നത് അവിടെ പോയി അടിച്ചിട്ട് വരികയല്ല ചെയ്തത്. അവൻ്റെ കുടുംബത്തെ ഫുള്ള് തീർത്തിട്ടാണ് വന്നത്. അവൻ്റെ അനിയനെ ഉൾപ്പെടെ എല്ലാവരെയും തീർത്തിട്ടുണ്ട്. അവനും എന്താണ് സ്വന്തം രക്തബന്ധത്തിൽ ഒരു മനുഷ്യനില്ലാതാവുമ്പോഴുള്ള വിഷമം എന്താണെന്ന് ആ കൊടും ഭീകരനും മനസ്സിലാക്കി
ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് പറ്റിയിട്ടുണ്ട്. അതല്ല നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വികാരം കൊണ്ടിട്ട് കാര്യം. ഇന്നലത്തെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ കൃത്യമായ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ അമേരിക്കയുടെ അവകാശവാദമൊന്നും ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ രാജ്യങ്ങളും ഒരു യുദ്ധം ഉണ്ടാകുന്നിട്ട് ഇടപെടും. നമ്മളും പല സ്ഥലത്തും ഇടപെട്ടിട്ടുണ്ട്, നമ്മളും നമ്മുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അന്തിമമായിട്ട് നിലപാടെടുത്തത് ഇന്ത്യ തന്നെയാണ്. പാകിസ്ഥാന്റെ ഒഫീഷ്യൽസ് യാചിച്ചു. ഇത് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദി പറയുന്നത്. വെള്ളവും ചോരയും ഒരുപോലെ ഒഴിക്കില്ലെന്ന് പറയുന്നു. ഇതിൽ തീവ്രവാദവും വ്യാപാരവും ഒരുമിച്ച് പറ്റില്ലെന്ന് പറയുന്നു. ഒരു തരത്തിലുള്ള നയതന്ത്രത്തിനും ഇനി പോകുന്നില്ലെന്ന് പറയുന്നു. അത് വ്യക്തമായ സ്റ്റേറ്റ്മെന്റാണ്, കൃത്യമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റാണ്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടൊന്നും കാര്യമില്ല. കൃത്യമായ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, നിങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇവിടെ ഇന്ദിരാഗാന്ധിയെ ഞാൻ ഒഴിവാക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല. മൻമോഹൻ സിംഗിനെയും മോദിയെയും ഞാൻ നിങ്ങൾക്ക് വോട്ടിനിട്ട് തരാം. മൻമോഹൻ സിംഗിനാണോ മോദിയാണോ, ആരാണ് ഈ രാജ്യത്ത് പെർഫെക്റ്റ് ആയിട്ട് തീവ്രവാദത്തെ തിരിച്ചടിച്ചത്? നമ്മൾ ചർച്ചയല്ല ചെയ്യുന്നത്, അടി തീർക്കൽ. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കുറേ ആൾക്കാർ കാണുന്നുണ്ട്, കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ പലരും പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകുന്നുണ്ട്. ഫോളോ ചെയ്ത് പിന്തുണയ്ക്കുക. അഖിൽ മാരാറിനെ ഞാൻ പൂർണ്ണമായി തള്ളിക്കളയാനൊന്നും ഉദ്ദേശിക്കുന്നത്. അഖിൽ മാരാറൊക്കെ കൃത്യമായ രീതിയിൽ നിലപാട് പറയുന്നുള്ളതാണ്. പക്ഷേ വികാരത്തിൻ്റെ പേരിലാണ് അഖിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോദിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് കേൾക്കുമ്പോൾ അഖിൽ മാരാറിന് കൂടിയുള്ളൊരു മറുപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അഖിൽ മാരാർ ഒരു കോൺഗ്രസ്സുകാരനാണെന്നുണ്ടെങ്കിലും വ്യക്തമായ രീതിയിൽ ഈ ശശി തരൂരിനെ പോലെ അഭിപ്രായം പറയുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്.